ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനത് വെള്ളപ്പമാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് അരിയാട്ടോ എടുത്തത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ പഞ്ചസാരയും, ഇത് ഈസ്റ്റാട്ടോ, ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ഉണ്ടല്ലോ, അതൊരു ടീസ്പൂണാണ്. പിന്നെ ഇതാ ബ്രൗൺ ഷുഗറാണിത്. ബ്രൗൺ ഷുഗറും നിങ്ങൾക്ക് ഇതാ ഷുഗർ ഞാൻ പിന്നെ എൻ്റെ കയ്യിലുള്ളതാണ്, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതിൽ 2 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊരു 4 to 5 മണിക്കൂർ ഇങ്ങനെ കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുക. എന്നിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ അതാ പിറ്റേ ദിവസം മാവ് പൊന്തി വന്നിട്ടുള്ളതാണ്. ഞാൻ മാവ് അരയ്ക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ മാവ് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇച്ചിരി ഉപ്പും അതുപോലെ പഞ്ചസാരേൻ്റെ ഇത്തിരി കുറവുണ്ടായിരുന്നു, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ വെള്ളപ്പച്ചട്ടി എടുത്ത് വെള്ളപ്പം ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളപ്പായിക്കൊണ്ട് കണ്ടിട്ടോ, നല്ല സോഫ്റ്റ് അപ്പായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. മാവ് ആർക്കും അരച്ചിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ ഏലക്കായും ഗ്രാമ്പും ഒക്കെ കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ തരാൻ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ചൂടാക്കുക. എന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് പച്ചമുളക് ഉണ്ടല്ലോ, ഒരു 2 പച്ചമുളകാണ്. കുറച്ച് പച്ചമുളക് കൂട്ടിയിടുക കേട്ടോ, കാരണം എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കുറച്ച് കൂട്ടിയിടുക. പിന്നെ ഇഞ്ചി അതുകൊണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇടുന്നുണ്ട്, ഉപ്പിട്ടിട്ട് ഇതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നതിന് ശേഷം ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചതും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചിക്കനും കൂടെ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ചെറിയ പീസാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം, എന്നാലേ ചിക്കനിലേക്കും ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ഉപ്പ് സെറ്റായി വരുള്ളൂ. പിന്നെ ഈ സമയത്ത് ഞാൻ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടെ ചേർക്കുക, എന്നിട്ട് മൂടി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ 2ാം പാലാണ് ചേർക്കുന്നത്, അതും കൂടെ ഒഴിക്കുക. പിന്നെ അതിന് ശേഷം ഞാൻ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം ഓൾറെഡി നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർക്കുന്നതുകൊണ്ട് കറിക്ക് നല്ല കുറുകിയ ചാറോടുകൂടെ കിട്ടും. പക്ഷെ എന്നാലും ഞാൻ ടേസ്റ്റിന് വേണ്ടി ഫ്രഷ് ക്രീം ചേർത്തതാണ്. പിന്നെ അതാ ഞാൻ 1ാം പാൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കുരുമുളകും മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ ഇഷ്ടു റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെള്ളയപ്പത്തിനും ഗീ റൈസിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ ഈ സമയത്ത് ഗീ റൈസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ 2-3 പ്രാവശ്യം ചിക്കൻ സാൻഡ്വിച്ച് പൊരിച്ചു. പിന്നെ അതാ സാൻവി ബാത്തപ്പിൽ നല്ല കളിയിലാണ് കേട്ടോ. നേട്ടന് ലീവാണ്, പേട്ടനാണ് ഇന്ന് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൾ കുറച്ച് നേരം കളിച്ചോട്ടെ വിചാരിച്ചിട്ട് ഇതാ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. ഏട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാണ്. സാൻവി കുളിച്ചൊക്കെ വന്നു. പിന്നെ അതാ നെയ്ച്ചോറും ചിക്കൻ ഇഷ്ടവും തൈരും ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടി കഴിച്ചു. ഞങ്ങൾ രാത്രിയായ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ബസ്സിലാണേ പോകുന്നത്. അപ്പോൾ ബസ് കയറുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതാ നല്ല ട്രാഫിക്കും കാര്യങ്ങളാണ്, സിഗ്നലാണ്, നല്ല ടൈം എടുക്കും കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട്. 10-20 മിനിറ്റേ ഉള്ളൂ എത്താൻ ശരിക്കും. പക്ഷേ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തുമ്പോൾ ഒരു 3/4 മണിക്കൂർ പിടിക്കും കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഇങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി നമ്മളിതാ പഞ്ച് ചെയ്യാണ് കേട്ടോ. ഇത് മസ്റ്റാണ്, ചെക്ക് ഇൻ ചെക്ക് ഔട്ടും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഫൈന് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കേട്ടോ.
പിന്നെ ദാ ഞങ്ങൾ ലുലുവിലേക്ക് നടക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ, സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ എന്നാണ് ഇതിന് പറയുക. അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ലുലു മാൾ. അപ്പോൾ ദാ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണേ. അങ്ങനെ ദാ ഞങ്ങൾ ലുലുവിലെത്തിയിട്ടുണ്ടേ. അപ്പോൾ ദാ ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണേ. അപ്പോൾ ദാ സാൻവി ബലൂൺ എന്തൊക്കെയൊക്കെയോ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞങ്ങളിങ്ങനെ കുറച്ചിങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി. പിന്നെ ബാഗ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ലേഡീസ് ബാഗിനൊക്കെ ഓഫീസ് യൂസിന് പറ്റിയതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചെരുപ്പിനൊന്നും വലിയ ഓഫറൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ സാൻവിക്ക് 2-3 വളയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ ദിവസമായി വള വേണമെന്ന് പറയുന്നത്, അങ്ങനെ അതൊക്കെ എടുത്തു. അതാ നമ്മൾ റൂമിലേക്ക് പോവാണേ. നമ്മൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് റൂമിലെത്തുമ്പം. അപ്പോൾ ദാ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.